വിവരങ്ങളുമായി സരീഷ് പി കെ ആണ് ചേരുന്നത്. സരീഷ്, ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് കാണാതായ ആളുകളുടെ വിവരം ഏതു രീതിയിൽ എങ്ങനെയൊക്കെ ഡേറ്റകൾ എടുത്താണ് അവരുടെ വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ കാണാതായവർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്ന് ആണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് ഏത് രീതിയിലാണ് തുടരുന്നത്? മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ സാധിക്കുമോ? ഇപ്പോഴും ആശങ്കയായി തുടരുന്ന ഒരു കാര്യം തന്നെയാണ് എത്ര പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളത്. ഔദ്യോഗികമായി ഇപ്പോഴും 200-ലേറെ ആളുകളെ കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ആ 200 എന്നത് കൃത്യമായൊരു കണക്കല്ല. കാരണം ഇപ്പോഴും പല വീടുകളിലും എത്ര പേരുണ്ടെന്നോ അതിൽ എത്ര പേർ ക്യാമ്പുകളിലേക്ക് മാറി എത്ര പേരെ കാണാനില്ല എന്ന് കൃത്യമായൊരു വിവരം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ല. ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്തിനോ പഞ്ചായത്ത് മെമ്പർമാർക്കോ പോലും കൃത്യമായ കണക്ക് ഇവരോട് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഈ അവ്യക്തത ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റേഷൻ കാർഡ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്താം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ദുരന്തബാധിത മേഖലയിൽ 2 റേഷൻ കടകളാണുള്ളത്. അപ്പോൾ 2 റേഷൻ കടകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ദുരന്തബാധിതർ അല്ലെങ്കിൽ ഈ മേഖലയിലെ ആളുകൾ റേഷൻ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാർഡിൽ ഓരോ കാർഡിലും എത്ര പേരുണ്ട്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എത്ര പേരുണ്ട് എന്നതായിരിക്കും ആദ്യം വിവരമെടുക്കുക. അതായത് എത്ര വീടുകൾ ഈ മേഖലയിലുണ്ട്, ആ വീടുകളിൽ ആകെ അംഗസംഖ്യ എത്ര എന്നൊരു വിവരമാണ് ആദ്യം ഈ റവന്യൂ വകുപ്പ് ശേഖരിക്കുക. അതിനുശേഷം ഇവരിൽ എത്ര പേർ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് എന്ന കണക്ക് കൂടി പരിശോധിക്കും. അതിൽ എത്ര പേരാണ് ക്യാമ്പിലേക്ക് മാറിയിട്ടുള്ളത്, ഇപ്പോഴും അവിടെ കഴിയുന്നത് എത്ര പേരാണ് എന്നുള്ള കാര്യം ശേഖരിക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ അപകട സമയത്ത് മാറി നിന്ന, അതായത് ഈ വീട്ടിൽ ഇല്ലാതിരുന്നവരുണ്ടോ എന്നുള്ളൊരു പരിശോധന കൂടി നടത്തും. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും, എത്രത്തോളം പെട്ടെന്ന് കണ്ടെത്താനാകും എന്നുള്ളത് സംശയം. അതോടൊപ്പം അതിനുശേഷമായിരിക്കും ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട്, എത്ര പേരാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കൃത്യമായ കണക്കുകളിലേക്ക് എത്താനാവും. പക്ഷേ കൃത്യം എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും അവിടെയും ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി തോട്ടത്തിൽ തൊഴിലാളികളായി നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ കൃത്യമായൊരു കണക്ക് ഇപ്പോഴും ഒരു പ്ലാന്റേഷനും ഒരു തേയിലത്തോട്ട ഉടമകൾക്കും നൽകാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിസന്ധി കൂടി നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് മുണ്ടക്കൈക്ക് തൊട്ട് താഴെ, അതായത് നിരവധി വീടുകൾ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം ഭീകരമായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം എന്ന്. നമുക്ക് ചുറ്റും, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും പാറക്കല്ലുകൾ മാത്രമാണുള്ളത്. വലിയ അല്ലെങ്കിൽ വലിപ്പത്തിലുള്ള പാറക്കല്ലുകൾ മാത്രം ചുറ്റപ്പെട്ട അവസ്ഥയാണ് ഇവിടെ മുഴുവനായുള്ളത്. ഒരു തരത്തിലും അതായത് ഇതിന് തൊട്ട് സമീപത്ത് ഒരു റോഡുണ്ടായിരുന്നു. അതിൻ്റെ 2 വശങ്ങളിലുമായി നിരവധി വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ നിലവിൽ തകർന്ന ചില വീടുകളുടെ അവശിഷ്ടങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് വലതു ഭാഗത്തേക്ക് വന്നാൽ അവിടെ ഒരു ഒറ്റപ്പെട്ട വീടുണ്ട്. അതിലേക്ക് വെള്ളം കയറിയിട്ടില്ല. പക്ഷേ അതിന് തൊട്ട് പുറകിൽ വലിയ രീതിയിൽ ആഘാതം സംഭവിച്ചിട്ടുണ്ട്. മുന്നിലും ആഘാതമുണ്ട്. തൊട്ടടുത്ത വീടും തകർന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നാൽ ഒരു വീട് പൂർണ്ണമായി, ആ തറ മാത്രമാണ് അവിടെയുള്ളത്, പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് ആ റോഡ് കാണാം. ആ റോഡിന് താഴേക്ക് മുഴുവൻ ഭാഗവും യഥാർത്ഥത്തിൽ ഈ പാറക്കല്ലുകൾ വന്ന് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം എത്രത്തോളം പാറക്കല്ലുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് എന്ന ആശങ്ക അന്ന് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്രയേറെ വലിയ ആഘാതമാണ് അല്ലെങ്കിൽ ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൃത്യമായി ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകും. അപ്പോൾ ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. ആ റോഡിന് ഇരുവശങ്ങളിലും 100-ലേറെ വീടുകൾ പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു. അതിൽ പല വീടുകളും ഇപ്പോൾ കാണാനേ ഇല്ല. അതിന് മുകളിലൊക്കെ പാറക്കല്ലുകളുണ്ട്. അതിനടിയിൽ ചിലപ്പോൾ മനുഷ്യജീവനുകളും ഉണ്ടായേക്കാം. കാരണം ആദ്യം വെള്ളവും മണ്ണും എത്തി എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ വെള്ളവും മണ്ണുമാണ് എത്തിയത്. രണ്ടാമത്തെ ഉരുൾപൊട്ടലിലും മൂന്നാമത്തെ ഉരുൾപൊട്ടലിലുമാണ് കൂടുതൽ പാറക്കല്ലുകൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ
അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം ചിലപ്പോൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ മണ്ണിനടിയിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെയൊക്കെയുള്ള പരിശോധന എന്ന് പറയുന്നത് അപ്രായോഗികം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയേറെ കല്ലുകൾ മാറ്റി പരിശോധന നടത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വീടിൻ്റെ കോൺക്രീറ്റ് ഭാഗമൊക്കെയാണ്. ഈ താഴെ കൃത്യമായി ഈ കാണുന്നത് ഒരു വീടിൻ്റെ കോൺക്രീറ്റ് ഭാഗമാണ്. അപ്പോൾ ഇതിനുള്ളിൽ ആളുകളുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി അവിടെ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ പാറക്കല്ലുകൾക്കടിയിൽ ഏതെങ്കിലും തരത്തിൽ ഇനിയും ആളുകളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അവിടെയൊക്കെ ഈ പാറക്കല്ല് മാറ്റിയുള്ള പരിശോധന നടത്തുക എന്നുള്ളതും പ്രാവർത്തികമാവുന്ന ഒന്നല്ല. അപ്പോൾ എത്രത്തോളം കൃത്യമായൊരു കണക്ക് നമുക്ക് അടുത്ത ദിവസം സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇതിന് മറ്റൊരു ഭാഗത്ത് കാണുന്നത് ഒരു പ്ലാന്റേഷൻ ഓഫീസാണ്. ആ പ്ലാന്റേഷൻ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെ നിരവധി തൊഴിലാളികളുണ്ട്. ആ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം. അത് കാണുന്നത് ഈ തേയില പ്ലാന്റേഷൻ്റെ ഒരു ഓഫീസാണ്. ആ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെ അല്ലെങ്കിൽ ആ ഓഫീസിന് കീഴിൽ വരുന്ന തേയില ശേഖരവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കണക്ക് കൃത്യമായി ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വലിയ വെല്ലുവിളി. അതോടൊപ്പം തന്നെ പുതിയ വീടുകൾ നിർമ്മിച്ച് ഇങ്ങോട്ടേക്ക് അല്പം മുൻപ് മാത്രം താമസം മാറിയവരൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ പരിസരവാസികളോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ അപകടം നടക്കുന്നതിന് 1-2 ആഴ്ച മുൻപ് പോലും ഇവിടെ പുതിയ ഒരു ഗൃഹപ്രവേശം നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആളുകളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം വലിയ അപകടം അല്ലെങ്കിൽ പുതിയ ആളുകൾ എത്തിയിട്ടുണ്ട്. അവരുടെ പേരോ അല്ലെങ്കിൽ എത്ര പേര് ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് ഒന്നും തന്നെ കൃത്യമായൊരു കണക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എത്രത്തോളം കൃത്യമായൊരു കണക്കാണ് ഇനി ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇതിനടിയിൽ മണ്ണിനടിയിൽ ഇനിയും ആളുകളുണ്ടോ എന്ന് കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഒന്ന് ഈ ന്യൂ വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും മറ്റൊന്ന് അതിന് തൊട്ട് സമീപത്തുള്ളൊരു മലയിൽ നിന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഓരോ ഭാഗത്തും ഈ കുഴിയെടുത്തുള്ള പരിശോധന എന്ന് പറയുന്നത് എത്രത്തോളം സമയമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്നത്. നമുക്കിപ്പോൾ കാണാം ചെറിയ പാറക്കല്ലുകൾ നീക്കി അവിടെ അതിനടിയിലുള്ള മണ്ണ് നീക്കം ചെയ്ത് ഉള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഈ മേഖലയിലൊന്നും തന്നെ അത്രത്തോളം ഡീപ്പായിട്ടുള്ള, അതായത് വീടിന് സമീപത്ത് നിന്നും മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് ഈ പുഴ മാറി ഒഴുകി വന്ന സ്ഥലം, ആ സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്താൻ ആയിട്ടില്ല. ഇപ്പോൾ പലരും സ്വന്തം വീടുകളിലേക്കും ഒപ്പം തന്നെ സമീപത്തേക്കും ഒക്കെ വന്ന് പരിശോധന നടത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരുടെ സ്വന്തമോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുടെയോ ഒക്കെ വീടുകളാവാം. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കുന്നവരാണ് ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പ്രദേശവാസികൾ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഞാൻ നിൽക്കുന്നതിന് മറുകരയിലാണ് അവരുള്ളത്. ഒരുപക്ഷെ ഈ സ്വന്തം വീട് അന്ന് തന്നെ ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നതിനാൽ സ്വന്തം വീട് ഇവിടെ ഉണ്ടോ, എന്താണൊരു സാഹചര്യം എന്ന കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ ഇവിടേക്കെത്തി കൃത്യമായി എന്താണ് നിലവിലൊരു സാഹചര്യം എന്ന് കണ്ടെത്തുകയാണ് അവർ. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക കൂടിയാണ് അവർ ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള പരിശോധനയും ഒപ്പം തന്നെ ഈ ആളുകളുടെ രേഖയുമായി ബന്ധപ്പെട്ട്, അതായത് ആ വീടുകളിൽ നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ലഭിക്കുമോ എന്ന പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധന ഒരുപക്ഷെ വരും ദിവസങ്ങളിലും തുടരും. എന്തായാലും ഇന്ന് വൈകിട്ടോടെ കൃത്യമായൊരു കണക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇനി ഈ തുടർച്ചയായി ഈ പരിശോധന നടത്തേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കുക. കാരണം നിലവിൽ മിക്ക സ്ഥലങ്ങളിലും പരിശോധന ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി എത്ര നാൾ ഈ പരിശോധന തുടരണം എന്ന കാര്യത്തിലും ഒരു സംശയം സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഐബോർഡ് ഘടിപ്പിച്ച ഡ്രോൺ ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തുന്നത്. ഇന്നലെ ബേലിപ്പുഴയുടെ അല്ലെങ്കിൽ ബേലി പാലത്തിന് സമീപത്ത് ഇടതുഭാഗത്താണ് അവർ പരിശോധന നടത്തിയത്.
ആ പരിശോധന നടത്തിയതിൽ ചില സ്ഥലത്ത് ശരീരഭാഗങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ആ സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്ത് ഇന്ന് രാവിലെ കടാവർ നായ്ക്കളെ എത്തിച്ച് പരിശോധന നടത്തി. ആ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് JCBകൾ എത്തിച്ച് കുഴിച്ചുള്ള പരിശോധനകൾ അവിടെയും നടക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോഴും തുടർന്നു വരികയാണ്. പുഞ്ചിരിമട്ടം ഒപ്പം തന്നെ മുണ്ടക്കൈ ഈ ഭാഗങ്ങളിലുള്ള പരിശോധനയാണ് ഇനി എത്ര നാൾ നീണ്ടു നിൽക്കും എന്നൊരു സംശയം നിലനിൽക്കുന്നത്. കാരണം മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖല ഉൾപ്പെടെയുള്ള സരീഷ്, വയനാടിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 7ാം ദിവസവും തുടരുകയാണ്. ഐബോട്ട് ഡ്രോൺ പരിശോധന ആരംഭിച്ചു. 8 ഇടങ്ങളിൽ മനുഷ്യ സാന്നിധ്യമുള്ളതായിട്ട് ഐബോട്ട് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കടാവർ നായകളുടെ അടക്കം ഉപയോഗിച്ചുള്ള തെരച്ചിൽ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കാണാതായവരെ കുറിച്ചുള്ള കൃത്യമായ വിവരം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മന്ത്രി MB രാജേഷും വ്യക്തമാക്കിയത്. ആ വിവരങ്ങളാണ് സരീഷ് PK നൽകിയത്.